രോമാഞ്ചം പീക്ക് ലെവൽ അവന്മാര് സാധനം വേറൊരു ലെവല് രംഗണ്ണ വേറൊരു ലെവല് ഡയലോഗ് ഫഹദ് വിഷയം ഒരു രക്ഷയില്ല 6 ആയിട്ട് ലാസ്റ്റ് ആണെങ്കിൽ നമ്മൾ കരഞ്ഞു പോയി. പക്ഷെ ഫഹദ് ഫാസിലല്ലേ ഇത്രേ ഉള്ളൂ. ഇവനെ തൊഴുതാന എന്നും ജനത്തിരക്ക് കാലം നെടുത്തു വെച്ചാൽ സ്വർഗം പോലും മണ്ടർ വേൾഡ്. മലയാള സിനിമ കാത്തിരുന്ന പുതിയ അവതാരം ഫഫയുടെ രംഗണ്ണൻ രോമാഞ്ചം ഉണ്ടാക്കിയ ആവേശം ഉണ്ടാക്കുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അതുപോലെ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കൊരു 2 lakhs സബ് ആക്കാമായിരുന്നു. അപ്പോൾ ആവേശം കണ്ടിറങ്ങിയ ഓഡിയൻസിന്റെ റിവ്യൂലേക്ക് രംഗണ്ണന്റെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടോ. ഡയലോഗ് കിടിലം പടം. ഫഹദിന്റെ 1 man ഷോ ആണ് പടം. രോമാഞ്ചം ഒക്കെ ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കോമഡിക്ക് കോമഡി ഉണ്ട്. പിന്നെ സുഷിന്റെ കിടിലം മ്യൂസിക്കാണ്. ത്രൂ ഔട്ട് നമ്മളങ്ങനെ അഡ്രിനാലിൻ റഷാണ് പടം മൊത്തത്തിൽ. ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു ബേസ് സെക്കൻഡ് ഹാഫിൽ അവിടെയൊക്കെ ഒത്തിരി പോകുന്നുണ്ടെങ്കിലും പടം കംപ്ലീറ്റ്ലി ഫൺ പാക്ഡ് ആണ്. എല്ലാവരും കാണും. ഫെസ്റ്റിവൽ പടമാണ്. നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? ഹിപ്സ്റ്ററും ടീമൊക്കെ ഹിപ്സ്റ്ററും പിള്ളേരൊക്കെ അടിപൊളിയാണ്. പിന്നെ രോമാഞ്ചത്തിലെ ക്യാരക്ടേഴ്സ് 1-2 ആൾക്കാർ ഇതിലുണ്ട്. അവർ അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ആഘോഷപ്പെടാം. അടിപൊളി കിടിലം ഒരു രക്ഷയില്ല. അന്യായ ലെവല് രംഗണ്ണൻ ഷോ പക്ക ഷോ മാസ്. മലയാളത്തിൽ ഇങ്ങനെ പടം വന്നിട്ടുണ്ട്. മലയാളത്തിൽ പൊളിയാണ്, അടിപൊളിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് കിടിലാണ്. രോമാഞ്ചം പീക്ക് ലെവൽ അവന്മാര് സാധനം. രാജമാണിക്യം മാറി. അതായത് എന്തുവാ ഫഹദിന്റെ രാജമാണിക്യം അഴിഞ്ഞാട്ടം പാട്ടായിരുന്നല്ലോ മെയിൻ. പാട്ടും മ്യൂസിക്കൊക്കെ തെറിക്കുവാണ്. അടിപൊളി പടം. ഫൈനൽ എന്താ പറയാ കരച്ചിൽ സീനൊന്നും പ്രതീക്ഷയല്ല. ഒരു രക്ഷയില്ല. അടിപൊളി. സീറ്റിൽ ഇരിക്കോ അതോ എനിറ്റിന്ന് കളിക്കോളുണ്ടോ? എങ്ങനെയാണ്? അതൊന്നും ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ അൺഎക്സ്പെക്ടഡ്. ഇരിക്കോ അതോ എനിറ്റിന്ന് കളിക്കോളുണ്ടോ? എങ്ങനെയാണ്? അതൊന്നും ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ അൺഎക്സ്പെക്ടഡ്. എന്നുവെച്ചാൽ ലാസ്റ്റ് ആണെങ്കിൽ നമ്മൾ കരഞ്ഞു പോയി. പക്ഷെ ഫഹദ് ഫാസിലല്ലേ ഇത്രേ ഉള്ളൂ. കരയാനുണ്ടോ? ആവേശമില്ല കണ്ടത്. അയ്യോ ലാസ്റ്റ് പ്രതീക്ഷയിലാന്നേ ഉദ്ദേശിച്ചത്. സൈക്കോ ഷമിയുണ്ടല്ലോ അതിന്റെ ട്രിപ്പിളായിട്ട് വരും. ഫഹദ് ഫാസിൽ പൊളിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പോയി പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഒരു അടിപൊളി ഒരു ട്രീറ്റ് തന്നെ ആയിരിക്കും. കൊടുത്ത കാശിന് മുതലാണ്. പിന്നെ ഫഹദ് ഫാസിലിനെ കണ്ടോണ്ടിരുന്നത് തന്നെ കാശ് മുതൽ. അടിച്ചു തകർത്തു. ഒന്നുകൂടെ കാണാൻ ഫഹദാണോ? വേറൊരു ലെവല് രംഗണ്ണ വേറൊരു ലെവല്. അത്രേ ഉള്ളൂ പറയാൻ. നമ്മളെങ്ങനെ യൂത്തിന് മാത്രമാണോ എല്ലാവർക്കും ഉണ്ടോ? ഫാമിലിക്കും ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ നമ്മുടെ യൂത്തിന്റെ പൾസിന് ഇറങ്ങിയ ഒരു അടിപൊളി പടം. ഇതേപോലെ പടം ഇനിയിപ്പോ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. സൂപ്പർ പടം. ആക്ച്വലി ഫഹദ് അടിപൊളിയാണ്. ഫഹദിന്റെ ഒരു രക്ഷയില്ല. കിടിലം. നമുക്ക് ഈ പൈസ വസൂലായി. എങ്ങനെ പെർഫോമൻസ് കൊണ്ടാണോ കിടിലായത്? സ്റ്റോറി കൊണ്ടാണോ? മ്യൂസിക് കൊണ്ടാണോ? മാസാണ്. ആക്ച്വലി ഒരു സിംഗിൾ പെർഫോമൻസ് ആണ് ഫഹദിന്റെ. ഫഹദ് സിംഗിൾ ആയിട്ട് അങ്ങ് നമ്മുടെ കൂടെ അങ്ങ് പോവാണ്. ഒരിക്കലും ഫഹദിനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ചേട്ടന്റെ സീറ്റിൽ നിന്നൊക്കെ എനിക്ക് കളിക്കാനൊക്കെ ചേച്ചി എങ്ങനെ ഉണ്ടായി? അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിരുന്നു. എന്താ പറയുക, നമ്മൾ ഫഹദ് ഫാസിലിന്റെ ആ ഒരു മറ്റേ ആ സിനിമയില് പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതിന്റെ ഒരു എക്സ്ട്രീം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു സൈക്കോ വില്ലൻ ക്യാരക്ടർ ആയിരുന്നു. ഒരു ഫുൾ പാക്ക് കോമഡി എന്റർടൈൻമെന്റ്. ഫുള്ള് തിയേറ്ററിൽ അർമാദിക്കാനുള്ള ഫുൾ എന്റർടൈൻമെന്റ് ആണ്. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നൈസാണ്. എല്ലാം ബീജം എല്ലാം നല്ലൊരു സ്വാഗാണ്. നമ്മള് പഴയ ആ ഷമ്മി ക്യാരക്ടർ തിരിച്ചു വന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇതായിരിക്കും ഇവിടുത്തെ കേരളം ഭരിക്കുന്ന ട്രെൻഡ്. എടാ മോനെ സബ്സ്ക്രൈബ് ചെയ്യണം.